നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്നെ സിദ്ധു വിളിക്കുന്നു. എന്തിനാ? അതെങ്ങനെ എനിക്കറിയാം? എല്ലാവരുടെ മുൻപിൽ വെച്ച് നാറ്റിക്കാനാണെങ്കിൽ എന്റെ വായിലിരിക്കുന്നതും കൂടി കേൾക്കേണ്ടി വരും നിങ്ങളുടെ പുന്നാര ആങ്ങളയ്ക്ക്. ഓ പിന്നെ ഇനി നിന്നെ പേടിച്ച് കഴിയാം. മര്യാദക്ക് എഴുന്നേറ്റ് ചെല്ലടി. അവൻ എന്താ ചോദിക്കാനുണ്ടെന്ന് നിന്നോട്. ഒരു ക്രിമിനൽ ലോയറാ ഞാൻ. എന്നിട്ടും ഇതുവരെ ഈ വീട്ടിൽ പോലീസ് കയറിയിട്ടില്ല. നീ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് തുടങ്ങി ഈ വീടിന്റെ കഷ്ടകാലം. ആരുടെ റൂബിയെ കൊന്നത്? എനിക്കറിയില്ല. പിന്നെ എന്തിനാ പോലീസ് നിന്നെ സംശയിക്കുന്നത്? അത് എനിക്കെങ്ങനെ അറിയാം? അങ്ങനെ പറയരുത് ചന്ദ്രേ. ഒന്നുമില്ലാതെ അവരിങ്ങനെ പുറകെ നടക്കും. ഭാര്യ കുറച്ചു ദിവസം ജയിലിലായിരുന്നല്ലോ. ഭാര്യ എന്തെങ്കിലും ചെയ്തിട്ടാണോ ജയിലിൽ കടന്നത്? പോലീസിന്റെ മഹത്വമൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ആരോടാടി നീ സംസാരിക്കുന്നത്? താനെന്നോ? ഇപ്പൊ താനെന്നല്ലേ വിളിച്ചോളൂ. അതിനപ്പുറം വിളിക്കേണ്ടത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. നിരന്തരം ഈ വീട്ടിൽ പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. അതിന് കാരണക്കാരി നീ മാത്രമാണ്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് പോലീസിനെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. വഴിയൊക്കെ എനിക്കറിയാം. പക്ഷേ ഇവളും കൂടി സഹകരിക്കണം. ഞാൻ സഹകരിക്കാം. റൂബിയുടെ മരണത്തില് എനിക്ക് ഒരു പങ്കുമില്ല. എങ്കില് പോലീസ് അനാവശ്യമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാം. അതോടെ പോലീസിന്റെ ഇടപെടലൊക്കെ അവസാനിക്കും. പക്ഷേ അതിലൊരു റിസ്ക് ഉണ്ട്. നീയാണ് റൂബിയെ കൊന്നതെന്ന് പോലീസ് ഉറപ്പിച്ചാൽ ഉറപ്പായിട്ടും അറസ്റ്റ് ഉണ്ടാവും. 100% നിരപരാധിയാണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാവൂ. 100 അല്ല 101% നിരപരാധിയ. കേസ് ഫയൽ ചെയ്തോ, ഞാൻ ഒപ്പിട്ടുതരാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാൻ കുഞ്ഞളിയാ. കോടതി വഴി നമുക്ക് നേരിടാം. ഇനി എനിക്ക് പോവാലോ. പോവാം. അപ്പോൾ റൂബിയെ കൊന്നത് ഇവളല്ല. പക്ഷെ അപ്പ സ്വർണോ? റൂബിയുടെ കാണാതായ സ്വർണവും ഇവളും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടച്ചാ. അതില്ലെന്ന് ആര് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാതിരിക്കുക ചേച്ചി. വരട്ടെ, സമയമാവുമ്പോ എല്ലാത്തിനുള്ള ഉത്തരവും കിട്ടും.